എല്ലാ ബഹുമാനവും ആരാധനയും യേശുവിന്. ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിൻ്റെ മഹത്വം. പലപ്പോഴും നമ്മൾ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പം അല്ലെങ്കിൽ വ്യക്തികളൊക്കെ പറയുമ്പം ആൾക്കാർ പറയും, ഭയങ്കര വിഷമം പറയും അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറയും, സാമ്പത്തികം മാത്രമല്ല അല്ലാത്തതും ഒക്കെ. എന്നിട്ട് പറയും അതിൻ്റെ സോഴ്സൊക്കെ, എന്നിട്ട് പറയും പിശാച് ഇതെല്ലാം കൊണ്ടിട്ടു. ഇങ്ങനെ ഭയങ്കര ഉയർത്തിപ്പിടിക്കുന്നത് പിശാചിനെ അവിടെ. പക്ഷെ ഞാൻ പറയട്ടെ, ഇന്ന് ഉയർത്തിപ്പിടിക്കേണ്ട ഒറ്റ ഒരു നാമം മാത്രമേ ഉള്ളൂ, യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. എൻ്റെ ദൈവം അറിയാതെ ഈ ജീവിതത്തിനകത്ത് ഒന്നും അനുവദിക്കത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, പിശാചിൻ്റെ മേലും സകലത്തിൻ്റെ മേലും അധികാരിയായി നിൽക്കുന്നത് എൻ്റെ യേശുവാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു തീരുമാനമെടുക്കണം. എന്ത് കണ്ടാലും എന്ത് കേട്ടാലും ഉടനെ അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം പിശാചിന് കൊടുക്കാതെ ആ വിഷയത്തിനകത്ത് നിന്ന് എൻ്റെ ദൈവം എന്നെ വിടുവിച്ചു എന്ന് പറഞ്ഞ് ജയമെടുക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സ്തോത്രം, എൻ്റെ ദൈവത്തിൻ്റെ എൻ്റെ യേശുവിൻ്റെ കാൽവരി ക്രൂശ് മരണത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അത് മാത്രമാണ് ഞങ്ങളെ വിടുവിച്ചത് എന്ന് വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കാതെ വരുമ്പോഴാണ് പറയുന്നത് അത് പിശാചിന് സകലതും ക്രെഡിറ്റ് കൊടുക്കുന്നത്. ഇന്ന് ഉയർത്തിപ്പിടിക്കാൻ ഒരു നാമമേ ഉള്ളൂ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം 24 മണിക്കൂറും 365 ദിവസവും വേറെ ഒരു നാമവും പറയാതെ ഒന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം വ്യാപരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. വിടുതലുകളും അത്ഭുതങ്ങളും നടക്കും. നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നൊരു ദൈവമാണ്. നമ്മൾ 23-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം തിരുവചനത്തിനകത്ത് Psalm 23 verse number 1, അതിനകത്ത് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഹാവ് ഓൾ ദാറ്റ് ഐ നീഡ്. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവത്തില്ല. ഹല്ലേലൂയ. ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഹാവ് ഓൾ ദാറ്റ് ഐ നീഡ്. എന്നൊന്ന് പറഞ്ഞ് ഓൾ ദാറ്റ് ഐ നീഡ്, സകലതും. ഹല്ലേലൂയ. കർത്താവ് എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്ക് സകലതുമുണ്ട്, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എന്നുവെച്ചാൽ എനിക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. സ്തോത്രം. എൻ്റെ സകല ആവശ്യങ്ങളും, എനിക്ക് എന്താണോ ഒരു ആവശ്യമുള്ളത്, കുടുംബജീവിതം നേരെയാകാനാണോ, മക്കൾ നേരെയാകാനാണോ, ഹല്ലേലൂയ, വീട് ആണോ വിഷയം, ആരോഗ്യം ആണോ പ്രശ്നം, എന്താണ്, ഹല്ലേലൂയ, ഒരുപാടിരുന്ന് ചിന്തിച്ചു കൂട്ടുന്നതാണോ വിഷയം, കഴിഞ്ഞുപോയ കാലങ്ങളെയൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് നിരാശപ്പെട്ടു, അയ്യോ ഇങ്ങനെയൊക്കെ ആയല്ലോ, ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണോ ബുദ്ധിമുട്ട്. പക്ഷേ എൻ്റെ കർത്താവ് പറയുന്നു, ഐ ഹാവ് ഓൾ ദാറ്റ് ഐ നീഡ്. എനിക്ക് വേണ്ടത് സകലതും എൻ്റെ ജീവിതത്തിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ ആ മക്കൾ നേരെയാകാനായിട്ടുള്ള മറുപടി എൻ്റെ ജീവിതത്തിനകത്തുണ്ടെന്ന്, ആ കുടുംബജീവിതം നേരെയാകാനായിട്ടുള്ള മറുപടി എൻ്റെ അകത്ത് കിടപ്പുണ്ടെന്ന്. സ്തോത്രം. എന്താ എൻ്റെ അകത്ത് കിടക്കുന്നതെന്ന് ഞാൻ പറയുന്നേ, കർത്താവിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, എൻ്റെ യേശു കർത്താവ് എൻ്റെ അകത്ത് വസിക്കുന്നു എന്ന്. ഞാൻ ക്രിസ്തുവിനകത്തും ക്രിസ്തു എൻ്റെ അകത്തും വസിക്കുന്നു. ആർക്ക് വേണ്ടിയാ? തൻ്റെ വചനം കേട്ട് അനുസരിച്ച് പ്രമാണിക്കുന്നവർക്ക് വേണ്ടി. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുടെ അകത്ത് യേശു വസിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ യേശുവിൻ്റെ അകത്ത് വസിക്കുന്നു. എന്നിട്ട് കർത്താവിൻ്റെ വചനം പറയുക, കർത്താവ് എൻ്റെ ഇടയനായത് കാരണം. അപ്പോൾ ഇന്ന് ചോദിക്കേണ്ട ഒരു കാര്യം, യേശുവാണോ എൻ്റെ ഇടയൻ, അതോ ഞാൻ കാണുന്ന സോഷ്യൽ മീഡിയ ആണോ എൻ്റെ ഇടയൻ? എന്നെ വഴി നടത്തുന്നത് എന്താണ്? ഇടയൻ എന്ന് പറഞ്ഞാൽ വഴി നടത്തുന്നത് അല്ലേ? എന്നെ വഴി നടത്തുന്നത് കർത്താവിൻ്റെ പ്രിൻസിപ്പിൾസ് ആണോ എന്നെ വഴി നടത്തുന്നത്, അതോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും കണ്ട കാര്യങ്ങളാണോ എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുന്നത്, എൻ്റെ കാഴ്ചപ്പാടിനെ നിയന്ത്രിക്കുന്നത്? അയൽവക്കക്കാർ പറഞ്ഞ കാര്യമാണോ എൻ്റെ കാഴ്ചപ്പാടെ നിയന്ത്രിക്കുന്നത്? ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചതാണോ എൻ്റെ കാഴ്ചപ്പാട് നിയന്ത്രിക്കുന്നത്? ഉദാഹരണം പറയാം എങ്ങനെയാണെന്ന്. ചിലവരൊക്കെ ന്യൂസ് പേപ്പർ വായിക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്കകത്തുള്ളത് കാണും, കേൾക്കും, എന്നിട്ട് പല വിഷയങ്ങളെക്കുറിച്ച് അല്ലേ, എന്നിട്ട് അത് ഭരിക്കും അവരുടെ അകത്ത്. അയ്യോ ഞാൻ ഇങ്ങനെ വാർത്ത കേട്ടു, ഇനിയും നമ്മൾ ഇങ്ങനത്തെയൊക്കെ സ്റ്റെപ്പ് എടുക്കണം, ഇങ്ങനെ ചെയ്യണം, നമ്മളുടെ മക്കളെ പഠിപ്പിക്കുന്ന ഇനി ആ കോഴ്സൊന്നും പഠിപ്പിക്കേണ്ട. എന്താ വെച്ചാൽ കണ്ടോ, അതിനൊക്കെ പോയവരൊക്കെ ഇങ്ങനെ പറ്റി, അവർക്ക് അങ്ങനെ പ്രശ്നം വന്നു. നോ നോ നോ, അങ്ങനെയല്ല. കർത്താവ് എൻ്റെ ഇടയൻ
ഇടയനാണെങ്കിൽ എൻ്റെ ഇടയൻ എന്നോട് എന്താ പറയുന്നതെന്ന് ഞാനൊന്ന് ചെവി തുറക്കണം. എവിടെ ചെവി തുറന്ന് എനിക്ക് എൻ്റെ ഇടയൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്ന വെച്ചാൽ കർത്താവിൻ്റെ വചനം പറയുന്നു, കർത്താവ് എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്കൊന്നിനും ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ എനിക്ക് ഒരു പ്രാർത്ഥനാ വിഷയവും കാണത്തില്ലെന്ന്. സ്തോത്രം. എനിക്കൊന്നും അതിന് പ്രാർത്ഥിക്കണം, ഇതിന് വേണം, അത് ചെയ്യണം, ഇത് നോ 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 അങ്ങനെ ഒന്നും കാണത്തില്ല. എനിക്കൊന്നിനും ഒരു കുറവില്ലെന്ന്. ഞാൻ എവിടെ നോക്കിയാലും എൻ്റെ ജീവിതത്തിനകത്ത് നോക്കിയാൽ എനിക്ക് സമൃദ്ധി മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ അനുസരണയുള്ള മക്കൾ, അനുസരണയുള്ള ഭർത്താവ്, അനുസരണയുള്ള ഭാര്യ, സന്തുഷ്ടമായ കുടുംബം, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം, ഇത് മാത്രമേ എൻ്റെ കണ്ണ് കാണത്തുള്ളെന്ന്. ആരോഗ്യമുള്ള ശരീരം. സ്തോത്രം. നാളെക്കുറിച്ചൊരു ഭാരവുമില്ല. ബാങ്ക് അക്കൗണ്ടിനകത്ത് 0 ആയിരിക്കും ബാലൻസ്. പക്ഷെ നാളെ എങ്ങനെ നടത്തുമെന്ന് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്താ? കർത്താവ് എൻ്റെ ഇടയനാ. അതുകൊണ്ട് കർത്താവ് പറയുന്നു, എനിക്ക് വേണ്ടത് സകലതും എനിക്കുണ്ട്. എനിക്കൊന്നിനും ഒരു കുറവില്ല, എനിക്കൊന്നിനും ഒരു മുട്ടില്ല, എനിക്കൊന്നിനും ഒരു പ്രശ്നമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഞാൻ നാളെ ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയക്കകത്തോ ന്യൂസിനകത്തോ കേട്ട ഭീതി കാരണമല്ല. ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കർത്താവ് എനിക്ക് തന്നതുകൊണ്ട് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അത്രയുമേ ഉള്ളൂ. സ്തോത്രം. എന്നെ ഭരിക്കുന്ന ചിന്ത ഇതും കൊണ്ട് വേണം ഇനി എൻ്റെ ജീവിതം നടത്താൻ, അതല്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ഭരിക്കുന്ന ചിന്ത ഇത് മാത്രമാണ്. എൻ്റെ കയ്യിലുണ്ടെങ്കിലും എൻ്റെ കയ്യിലില്ലെങ്കിലും എൻ്റെ കർത്താവാണ് എന്നെ നടത്തുന്നത്. ഹല്ലേലൂയ. അപ്പം കർത്താവ്, തിരുവചനം എന്താ പറയുന്നത്? കർത്താവ് എൻ്റെ ഇടയനാ. ഇടയൻ വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കത്തില്ല. ഇടയൻ വലിയ മൈക്കെടുത്ത് തുറന്ന് ബഹളം വെച്ച് ഒന്നും പറയത്തില്ല. എന്താണെന്നറിയോ? ആടൊക്കെ പേടിച്ചു പോവും. ആടിനെ വഴി നടത്തുന്ന ഇടയൻ മെല്ലെ സംസാരിക്കത്തുള്ളൂ. പെതുക്കെ ബഹളമൊന്നും വെക്കാതെ സൗമ്യതയോടെ സംസാരിക്കത്തുള്ളൂ. എന്താണെന്നറിയോ? ആടുകൾക്ക് വലിയ ശബ്ദമൊക്കെ കേട്ടാൽ അതുങ്ങൾ വെപ്രാളപ്പെട്ടു പോവും. അപ്പം കർത്താവിൻ്റെ ഇടയനാണെങ്കിൽ കർത്താവ് എന്നോട് സംസാരിക്കുന്നത് ഈ വലിയ ബഹളത്തിനകത്തൂടെയും കോലാഹലത്തിനകത്തൂടെയും അല്ല. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റിട്ട് ന്യൂസ് പേപ്പർ വായിച്ച് അതിനകത്തെ വാർത്തകൾ ആദ്യം ചൂടപ്പം പോലെ എടുക്കുന്നവരോട് ഞാൻ പറയാം, ആദ്യം വായിക്കേണ്ടത് സൗമ്യമായ കർത്താവിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ കർത്താവ് എൻ്റെ ഇടയനാകുമ്പോൾ, ഹല്ലേലൂയ, എൻ്റെ പുറത്തെ കാതുകൾ അടഞ്ഞാൽ മാത്രമേ എനിക്ക് എൻ്റെ ആത്മകാതുകൾ തുറന്ന് കർത്താവ് എന്നോട് മെല്ലെ പറയുന്നത് കേൾക്കാൻ സാധിക്കത്തുള്ളൂ. യശയ്യാവ് പറഞ്ഞു, ഇടിമുഴക്കത്തിനകത്ത് ദൈവമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു, പക്ഷേ ദൈവത്തിനെ കണ്ടില്ല. ഭൂമി കുലുക്കത്തിനകത്ത് ദൈവമുണ്ടെന്നോർത്ത് ഞാൻ ശ്രദ്ധിച്ചു, പക്ഷേ ഞാൻ ദൈവത്തിനെ കണ്ടില്ല. കൊടുങ്കാറ്റിനകത്തുണ്ടെന്നോർത്തു, ഞാൻ കണ്ടില്ല. പക്ഷേ എവിടാ ദൈവത്തിനെ കണ്ടത്? എവിടാ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടത്? മെല്ലെ വന്ന കാറ്റിനകത്താ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടത്. ഇന്ന് കർത്താവ് നമ്മളോടൊക്കെ സംസാരിക്കുക. നമ്മൾ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മളുടെ അകത്തിരുന്ന് നിശബ്ദതയ്ക്കകത്തിരുന്ന് സംസാരിക്കുക. നമ്മൾ കേൾക്കുന്നുണ്ടോ? പല ദിവസങ്ങളിലും പല ബഹളത്തിനകത്തും വഴക്കിനകത്തും തങ്ങളിത്തല്ലിനകത്തും ഒക്കെ കർത്താവിൻ്റെ ശബ്ദം അങ്ങ് പോകുക. കേൾക്കുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല, വെപ്രാളപ്പെട്ട് ഓടുക. എന്നിട്ട് കയ്യും കാലും ഇട്ട് അടിച്ചിട്ട് അയ്യോ എന്തോ ആയി തീരും എന്ന് പറയും. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് മനസ്സിലാക്കേണ്ടത്, എൻ്റെ ദൈവം എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്കൊന്നിനകത്തും ഒരു സാഹചര്യം, എൻ്റെ കുടുംബജീവിതം ശൂന്യമാകത്തില്ല. എൻ്റെ കുടുംബജീവിതം സ്വസ്ഥമുള്ളതാകും. അല്ല, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. എന്താ? എൻ്റെ കർത്താവ് എൻ്റെ ഇടയനാ. ഞാൻ പിന്നാലെ ഞാൻ പോകുന്നത് ഇടയൻ്റെ പിന്നാലെയാണ് പോകുന്നത്. അല്ല, എൻ്റെ ലക്ഷ്യം അതും ഇതും ഒന്നുമല്ല. എൻ്റെ മുമ്പിൽ നടക്കുന്ന ഇടയനെയാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ഇടയൻ ലക്ഷ്യമാകുമ്പോൾ ഞാൻ വേറെ എന്തിനെങ്കിലും ഉയർത്തിപ്പിടിക്കുമോ? ഞാൻ പറയുമോ ഹല്ലേലൂയ അയ്യോ ഇത് പിശാച് കൊണ്ടിട്ടതാണെന്ന്? ഇതെല്ലാം പറയത്തില്ല. അല്ലേ, ഞാൻ പറയും ഇടയൻ എൻ്റെ മുൻപേ പോകുന്നത് കൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും എന്നെ കോരിയെടുത്ത് അപ്പുറത്ത് നടത്തും. അല്ലേ, കുഞ്ഞുനാളിലെ തൊട്ടേ ആൾക്കാരൊക്കെ പഠിച്ചു വെക്കുന്ന ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 23. കർത്താവ് എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്കൊന്നിനും ഒരു മുട്ടുണ്ടാവത്തില്ല. എന്നിട്ട് പറയും, മരണത്താൽ
താഴ്വരയിൽ കൂടെ നടന്നാലും അവൻ എന്നെ കൈവിടത്തില്ല, അവൻ എൻ്റെ കൂടെയുണ്ട്. പിന്നെന്തിനാണ് വെപ്രാളപ്പെടുന്നത്? സ്തോത്രം. മന്ന പൊഴിച്ചു തന്ന ദൈവമല്ലേ? ഒരുപാട് നമ്മൾ വായിക്കുന്നല്ലേ, നമ്മുടെ ഏത് ആവശ്യത്തിനകത്തും ഞാൻ പറയാം തക്കമായി ചെയ്യുന്ന കർത്താവ. മന്ന മരുഭൂമിക്കകത്ത് അവർ നിന്നിടത്ത് പൊഴിച്ചു കൊടുത്ത ദൈവമാണ്. പഴയ നിയമത്തിൽ അങ്ങനെ ചെയ്യാമെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് എത്ര അത്ഭുതം കർത്താവിന് ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പ്രിയ മക്കളാണ്. ഇന്ന് നമ്മൾ വേർതിരിക്കപ്പെട്ട ഒരു ജാതിയാണ്. നമ്മുടെ പദവി മറന്നു പോകല്ലേ. വിഷയങ്ങൾ വരുമ്പം നമ്മൾ ആരാണെന്ന് മറന്നു പോകല്ലേ. സ്തോത്രം. വി ഹാവ് ടു ടേക്ക് എ സ്റ്റാൻഡ്. നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മൾ ഉറച്ചു നിൽക്കണം. യുദ്ധത്തിന് എങ്ങനെയാണ് സോൾജേഴ്സ് നിൽക്കുന്നത്? പേടിച്ച് വരച്ച് ആണോ? അവർ കാലൊക്കെ ബലത്തോടെ പിടിച്ച് അവർ നല്ല യുദ്ധത്തിൻ്റെ പോസിലാണ് നിൽക്കുന്നത്. നമ്മളോട് ആരെങ്കിലും അടിക്കാനോ ഇടിക്കാനോ വരുമ്പം നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത്? ഉയ്യോ എന്ന് പറഞ്ഞ് ചതഞ്ഞുകൂടിയാണോ നിൽക്കുന്നത്? അല്ല, നമ്മൾ യുദ്ധം ചെയ്യുന്ന വണ്ണം നമ്മുടെ ശരീരത്തിൻ്റെ പോസൊക്കെ അങ്ങ് മാറും അല്ലേ. സ്തോത്രം. മരുഭൂമിക്കകത്ത് മറക്കല്ലേ, മരുഭൂമിക്കകത്ത് അവർ നിന്നെടുത്ത് മഞ്ഞ പൊഴിപ്പിച്ച ദൈവമാണ്. അവരെങ്ങും പോകേണ്ടി വന്നില്ല മഞ്ഞ തേടി. ഹല്ലിയ. അവർ നിന്നെടുത്ത് മഞ്ഞ പൊഴിപ്പിച്ചു. അവർ നിന്നെടുത്ത് കാടപ്പക്ഷി വീണു. ഹല്ലിയ. തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു സംഖ്യാപുസ്തകം 11:9 നമ്പേഴ്സ് ചാപ്റ്റർ 11 വേഴ്സ് നമ്പർ 9. ഹല്ലേലൂയ. 9 അതിൻ്റെ 31 സംഖ്യാപുസ്തകം 11:9, 31. അതൊന്ന് വായിച്ചേ. രാത്രി പാളയത്തിൽ മഞ്ഞു പൊഴിയുമ്പോൾ മന്നയും പൊഴിഞ്ഞു. എന്നിട്ട് 31 വായിച്ചു. അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാളയെ കൊണ്ടുവന്ന് പാളയത്തിന്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും, ഇങ്ങനെ പാളയത്തിന്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം ഉയരത്തിൽ പറന്നു നിൽക്കുമാറാക്കി. എന്ന് പറഞ്ഞാൽ ആ ഒരു വഴി അങ്ങോട്ടും ഒരു വഴി ഇങ്ങോട്ടും, എന്നിട്ട് പൊക്കം 3 അടി പൊക്കം എൻ്റെ ബൈബിളിനകത്ത് കൊടുത്തിരിക്കുന്നത്. 3 അടി പൊക്കത്തിൽ അവർ നിന്നെടുത്ത് കാടപ്പക്ഷി വീണെന്നേ. നമ്മളെങ്ങും പോകണ്ട. ഹല്ലേലൂയ. എൻ്റെ അത്ഭുതം എൻ്റെ മുമ്പിലുണ്ട്. ഇന്നൊന്ന് പറഞ്ഞേ, എൻ്റെ മിറക്കിൾ എൻ്റെ മുമ്പിലുണ്ട്. എൻ്റെ അത്ഭുതം എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അത്ഭുതം എൻ്റെ ചുറ്റിനുമുണ്ട്. സ്തോത്രം. ഞാൻ ആ അത്ഭുതം നടക്കാൻ വേണ്ടി എങ്ങും ഓടിപ്പോകണ്ട. സ്തോത്രം. ഹല്ലേലൂയ. അവർ നിന്നെടുത്ത് മഞ്ഞ വീണു. അവർ നിന്നെടുത്ത് കാടപ്പക്ഷി വീണു. അവർ നിന്നെടുത്ത് എങ്ങനെയാണ് കാടപ്പക്ഷി വീണത്? 3 അടി കിളർച്ചയിൽ വന്ന് വീണു. എന്ന് പറഞ്ഞാൽ അവർ കൈ നീട്ടിയാൽ അവർക്ക് എടുക്കാമെന്ന്. ഒരു കൊച്ചു കുഞ്ഞിന് പോലും കൈ നീട്ടി പിടിക്കാമെന്ന്. ഒരു വഴി അങ്ങോട്ടും ഒരു വഴി ഇങ്ങോട്ടും ഉള്ള വിധത്തിൽ അവർക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത വണ്ണം, അവരുടെ സകല ആർത്തിയും മതിയാക്കുന്ന വണ്ണം കാടപ്പക്ഷി വീണെന്ന്. ഹല്ലേ. മൈ ഗോഡ്. ഹല്ലിയ. കർത്താവ് എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ഞാൻ നിൽക്കുന്നിടത്ത് അത്ഭുതം നടക്കും. ഞാൻ എങ്ങും ഓടിപ്പോകണ്ട അത്ഭുതം കാണാൻ. ഞാൻ നിൽക്കുന്നിടത്ത് അത്ഭുതം കാണിച്ചിട്ടേ കർത്താവ് അടുത്ത വഴിയിലോട്ട് വിടത്തുള്ളൂ, അടുത്ത സിറ്റിയിലോട്ട് വിടത്തുള്ളൂ, അടുത്ത സ്ഥലത്തോട്ട് വിടത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ മൊത്തം അത്ഭുതമാണ് അല്ലേ. അവർ കയ്പ് വെള്ളം ഉണ്ടായിരുന്ന സ്ഥലത്ത് ചെന്നപ്പം കയ്പ് വെള്ളം മധുരമാക്കി. പാറയ്ക്കകത്തുനിന്ന് വെള്ളം പൊട്ടിച്ചവർക്ക് കൊടുത്തു. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു കർത്താവ് വെറും 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരെയും അവരുടെ സ്ത്രീകളെയും അവരുടെ മക്കളെയും ഒക്കെ പോറ്റി. അത്ഭുതമല്ലേ? നിന്നിടത്തല്ലേ അത്ഭുതം കണ്ടത്? വേറെ എവിടെയെങ്കിലും ഓടിപ്പോകേണ്ടി വന്നോ? നമ്മൾ ഈ അത്ഭുതങ്ങളൊക്കെ വായിക്കുമ്പം അവർ നിന്നിടത്താണെന്നേ അത്ഭുതം ചെയ്തത്. അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും അകത്ത് വസിക്കുന്ന കർത്താവ് നമ്മൾ ആയിരിക്കുന്നിടത്ത് അത്ഭുതം ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുന്നിടത്ത് അത്ഭുതം ഞാൻ കാണും. ഹല്ലേലൂയ. ഈ നല്ല ഇടയനെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനം ജോൺ ചാപ്റ്റർ 10 വേഴ്സ് നമ്പർ 11 ഇങ്ങനെ പറയുന്നു. I am the good shepherd. The good shepherd sacrifices his life for the sheep. വായിച്ച് 10:11. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അപ്പം നമ്മൾ പറയുന്നത് എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവുന്നില്ല, എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്,
എനിക്ക് വേണ്ടത് ഏറ്റവും വലിയൊരു കാര്യം നിത്യജീവനാണ്. ഈ നിത്യജീവൻ നൽകാൻ വേണ്ടി ഇതേ വചനം എഴുതി വെച്ചിരിക്കുന്നു. നല്ല ഇടയൻ അവൻ്റെ ആടുകൾക്ക് വേണ്ടി അവൻ്റെ ജീവൻ കൊടുക്കുന്നു. മരിക്കുന്നവരാണ് നമ്മൾ, പക്ഷേ നിത്യമായി ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? കർത്താവിൻ്റെ ജീവനും കൂടെ നമുക്ക് തന്നു. അപ്പം നമ്മളുടെ ആവശ്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ചുറ്റിനും നിൽക്കുന്ന ഒരു മനുഷ്യായസിൽ വേണ്ട ആവശ്യങ്ങൾ മാത്രമല്ല, മക്കളെ പഠിപ്പിക്കണം, ജീവിതം നടത്തണം, ഇത് മാത്രമല്ല, കർത്താവിൻ്റെ വചനം വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു. നല്ല ഇടയൻ അവൻ്റെ ജീവനും കൂടെ വേണ്ടാന്ന് വെച്ചു. എന്തിനാ? നമ്മൾ ജീവിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ആൾക്കാർക്കൊക്കെ നമ്മൾ എവിടെ നോക്കിയാലും ഏതൊരു മതത്തിൻ്റെയും ഉദ്ദേശം അവരുടെ ആ മതത്തിൻ്റെ വിശ്വാസികളെ നിത്യതയ്ക്കകത്തേക്ക് എത്തിക്കാൻ, അല്ലേ? മോക്ഷം കൊടുക്കാനോ പാപം പൊറുക്കാനോ ഒക്കെ. പക്ഷേ ഹല്ലേലൂയ, എൻ്റെ കർത്താവ് തൻ്റെ ജീവൻ മൊത്തമായി വേണ്ടാന്ന് വെച്ചു. എന്തിനാ? ആ ജീവൻ നമ്മളുടെ അകത്തേക്ക് വന്നിട്ട് നമ്മൾ നിത്യതയിലേക്ക് എത്താൻ വേണ്ടി. ഇനി നമുക്ക് ഈ നിത്യതയുടെ അപ്പുറം നമുക്ക് വേറെ എന്തെങ്കിലും വേണോ? ഹല്ലേലൂയ. മോക്ഷം ലഭിക്കാൻ വേണ്ടി ആൾക്കാർ ഒരുപാട് സൽപ്രവൃത്തികളും അവർ പല അധ്വാനങ്ങളും ചെയ്യും. പക്ഷേ ഇന്ന് നാം വിശ്വസിക്കുന്ന കർത്താവോ, ഹല്ലേലൂയ, നമ്മൾ കർത്താവിലൊന്ന് വിശ്വസിച്ചാൽ മതി. എൻ്റെ നല്ല ഇടയനാണെന്ന് വിശ്വസിക്കുമ്പോൾ ഹല്ലേലൂയ, നിത്യജീവൻ്റെ അവകാശി വരെയും നമ്മളായിത്തീരുക. സ്തോത്രം. ഐ ഹാവ് ഓൾ ദാറ്റ് ഐ നീഡ്. എനിക്ക് വേണ്ട സകലതുമുണ്ട്. എനിക്ക് വേണ്ട നിത്യജീവനുമുണ്ട്. എനിക്ക് വേണ്ട പാപപരിഹാരവുമുണ്ട്. എനിക്ക് വേണ്ട സകലതുമുണ്ട്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, സൽപ്രവൃത്തികളല്ല വിശ്വാസത്താൽ അത്രേ. ഹല്ലേലൂയ. പ്രവൃത്തികളൊന്നും നമ്മൾ പ്രവൃത്തികളിൽ ആശ്രയിക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യണം, നമ്മൾ കൊടുക്കണം, നമ്മൾ നന്മകൾ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യണം. ഇടത്ത് കൈ ചെയ്യുന്ന വലത്ത് കൈ ഒരിക്കലും അറിയല്ലേ. സ്തോത്രം. ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യണം. അല്ലാതെ കോഴി മുട്ടയിട്ടതുപോലെ വിളിച്ചു പറയുവല്ലേ ചെയ്യേണ്ടത്. ഞാൻ 10 പേർക്ക് ഞാൻ കൊടുത്തു, ഞാൻ അവർക്ക് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു. നോ, അതല്ല. സ്തോത്രം. ആ കോഴി മുട്ടയിടുന്നത് പോലെ വിളിച്ചു പറഞ്ഞാൽ അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അതിൻ്റെ പ്രതിഫലം കിട്ടും, സ്വർഗത്തിൽ എത്തത്തില്ലത്. ഹല്ലേലൂയ. പക്ഷേ കർത്താവിലായി കഴിയുമ്പോൾ എന്താണ്? ഹല്ലേലൂയ, നമ്മുടെ സൽപ്രവൃത്തികളല്ല നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. കർത്താവിലായി കഴിയുമ്പോൾ നമുക്ക് സൽപ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുണ്ടാവും. പക്ഷേ ഇതൊന്നുമല്ല നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. ഒരുവൻ തൻ്റെ ജീവനും കൂടെ നമുക്ക് ഊറ്റിത്തന്നപ്പോൾ ആ ജീവൻ്റെ അകത്ത് വിശ്വസിക്കുമ്പോൾ, ആ കർത്താവിനകത്ത് വിശ്വസിക്കുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ നിത്യജീവൻ. അപ്പോൾ എനിക്ക് നിത്യതയ്ക്ക് വേണ്ടതുവരെയും എൻ്റെ കർത്താവ് തന്നിരിക്കുന്നു. സങ്കീർത്തനം 23:1 ഐ ഹാവ് ഓൾ ദാറ്റ് ഐ നീഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിത്യതയ്ക്ക് വേണ്ടി വരെ ഉള്ളത് എൻ്റെ കർത്താവ് എനിക്ക് കരുതിയിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ആത്മാവിന് വേണ്ടത്, എൻ്റെ നിത്യജീവന് വേണ്ടത്. സ്തോത്രം. സങ്കീർത്തനം 23:5 ഒരു കാര്യം പറയുന്നു, യു പ്രിപ്പയർ എ ഫീസ്റ്റ് ഫോർ മീ ഇൻ ദ പ്രസൻസ് ഓഫ് മൈ എനിമീസ്, യു ഓണർ മീ ബൈ അനോയിൻറ്റിങ് മൈ ഹെഡ് വിത്ത് ഓയിൽ, മൈ കപ്പ് ഓവർഫ്ലോസ് വിത്ത് ബ്ലെസ്സിങ്സ്. അതൊന്ന് വായിച്ചേ. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. ആമേൻ. സ്തോത്രം. എനിക്ക് വേണ്ടി കരുതുന്ന കർത്താവ്, ഹല്ലേലൂയ, നിത്യതയോളം എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ദൈവം എന്നെ നിത്യതയിൽ എത്തിക്കും എന്ന് ഉറപ്പും ധൈര്യവും പറയുന്ന നല്ല കർത്താവ് എന്ത് ചെയ്യുന്നു? ഐ ഹാവ് ഓൾ ദാറ്റ് ഐ നീഡ്. എനിക്ക് വേണ്ട സകലതുമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ശത്രുവിൻ്റെ മുമ്പിൽ, ശത്രുക്കളുടെ മുൻപിൽ എനിക്ക് വേണ്ടി മേശയൊരുക്കുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എൻ്റെ വീഴ്ച കാണാൻ നിന്നത്, എൻ്റെ തോൽവി കാണാൻ നിന്ന്, ഹല്ലേലൂയ, എൻ്റെ ആത്മാവ് നഷ്ടപ്പെടാൻ വേണ്ടി നിന്ന് ഒരു 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 പൈശാചിക തലമുണ്ടായിരുന്നു. അതിനകത്ത് ആൾക്കാരെ എടുത്ത് ഉപയോഗിക്കും, അല്ലേ? അവർ ബലഹീനരായ മനുഷ്യരെ പിശാചെടുത്ത് ഉപയോഗിക്കും. നമ്മൾ പുറമേ കാണുന്നത് മനുഷ്യരെയാണ് കാണുന്നത്, പക്ഷേ അവരുടെ പിൻപിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയാണ്. ഇങ്ങനെ പൈശാചിക ശക്തിയും കൊണ്ട് വാഴുന്ന ശത്രുവിൻ്റെ മുൻപിൽ എനിക്ക് വേണ്ടി ഒരു സംതൃപ്തിയുടെ മേശയൊരുക്കും. ഹല്ലേലൂയ. ഒരു നിറവിൻ്റെ മേശയൊരുക്കും, ഒരു ജയത്തിൻ്റെ മേശയൊരുക്കും. ഒരു രാജാവും തൻ്റെ പട്ടാളക്കാരും കൂടെ ഒരു ഫീസ്റ്റിന് ഇരിക്കുന്നത് എവിടാ? അവർക്ക് ജയം കിട്ടിയിട്ടാണ് അവരിയ്ക്കുന്നത്, അല്ലേ?
അവർ കൊള്ള മുതലൊക്കെ വെച്ച് അവരാ മേശയുടെ ചുറ്റിനും അവരൊരു വലിയ ഉത്സവം പോലെ ഇരുന്ന് അവർ ഭക്ഷണം കഴിക്കും. സ്തോത്രം. അപ്പം ജയാളിയാണ് മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഒരു വലിയ സദ്യ അല്ലെങ്കിൽ ഒരു ഫീസ്റ്റ് നിരത്തി ഇരിക്കുന്നത്. ഹാലിയ. ജയം, നമ്മൾ ജയം അനുഭവിച്ചവരാ. ഹാലിയ. എങ്ങനെയാ? കർത്താവ് യുദ്ധം ചെയ്ത് ജയിച്ചത് കൊണ്ട് നാം ജയാളികളാ. എൻ്റെ കർത്താവിൻ്റെ വചനം പറയുന്നു, ശത്രുവിൻ്റെ മുമ്പിൽ മേശ ഒരുക്കിയിട്ട് എൻ്റെ തലയിൽ അഭിഷേകം ചെയ്തിട്ട്, ഹാലലൂയ, എൻ്റെ പാനപാത്രം അനുഗ്രഹം കൊണ്ട് കവിഞ്ഞൊഴുകുന്നു. കർത്താവ് എൻ്റെ ഇടയനായതുകൊണ്ട് എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുക തന്നെ ചെയ്യും. ഇന്ന് ജീവിതത്തെ നോക്കിയിട്ട് എവിടെയെങ്കിലും ശൂന്യമായി കിടപ്പുണ്ടോ? എവിടെയെങ്കിലും ഓർക്കുമ്പോൾ സങ്കടം കയറി വരുന്നുണ്ടോ? ആ വിഷയത്തിനെ നോക്കിയിട്ട് പറയണം, എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകും. കർത്താവ് എൻ്റെ ഇടയനായതുകൊണ്ട് എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകും. ഞാൻ ഹാലലൂയ, എൻ്റെ ജീവിതത്തിനകത്ത് അനുഗ്രഹങ്ങൾ കവിഞ്ഞൊഴുകും. എൻ്റെ അകത്ത് മാത്രം ഇത് നിൽക്കത്തില്ല. പക്ഷേ ഈ കവിഞ്ഞൊഴുക്ക് എവിടെ പോവും? എൻ്റെ വീട്ടിനകത്തുനിന്ന്, എൻ്റെ ജീവിതത്തിനകത്തുനിന്ന് കവിഞ്ഞൊഴുകുമ്പം എൻ്റെ വീട് കവിഞ്ഞൊഴുകും. അത് അവിടുന്ന് അയൽവക്കത്തേക്ക് കവിഞ്ഞൊഴുകും, പലയിടങ്ങളിലേക്ക് കവിഞ്ഞൊഴുകും. ഇന്ന് കവിഞ്ഞൊഴുകുന്ന ആ ഒരു അനുഗ്രഹത്തിനകത്തേക്ക് കയറി വരണോ? അന്ന് ആ കർത്താവ് പൂർണ്ണമായും ഇടയനാകണം. ഇടയനാകുമ്പോൾ ഹാലിയ, ഇടയന് കീഴ്പ്പെടുന്നത് ആടുകൾ. ഹാലലുയ്യ. ഇന്ന് കീഴ്പ്പെട്ട്, ഇന്ന് എവിടെയെങ്കിലുമൊക്കെ വിട്ടുകൊടുക്കാനുണ്ടെങ്കിൽ, ഇന്ന് ഈ ഞായറാഴ്ച ദിവസം പലവരും ആരാധനയ്ക്കുമൊക്കെ കടന്നു പോകുന്നവരാ. ഇന്നൊന്ന് ചിന്തിക്കണം, കർത്താവെ, എവിടെയെങ്കിലും ഞാൻ വിട്ടുകൊടുക്കാനുണ്ടോ? എവിടെയെങ്കിലും ഞാൻ കീഴ്പ്പെടാനുണ്ടോ? എവിടെയെങ്കിലും ഞാൻ ആരെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ആടാണേ, ഇടയൻ മുൻപേ നടപ്പുണ്ട്. നിത്യതയിലേക്ക് എത്തിക്കാൻ ഉത്തരവാദിത്തമുള്ളവൻ മുമ്പേ നടപ്പുണ്ട്. എൻ്റെ കർത്താവിന് വിപരീതമായ ഏതെങ്കിലും മേഖല എൻ്റെ അകത്ത് പൊങ്ങി വന്നിട്ടുണ്ടോ? ഒരു നിസ്സാര ഒരു ഉദാഹരണം ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്നത്, ചിന്തിപ്പിക്കുന്ന, ഇപ്പം യേശു കർത്താവിനെ ഒരുപാട് പേര് ചുറ്റിനും നിന്ന് ദേഷ്യപ്പെടുത്താൻ നോക്കിയല്ലേ? പക്ഷേ യേശു എങ്ങും ദേഷ്യപ്പെട്ടില്ല. ഇന്ന് പിശാച് മനുഷ്യരെ വീഴ്ത്തുന്ന ഒരു ബലഹീനതയില്ല. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവം, ക്രോധം വരുത്തുന്ന ഒരു സ്വഭാവം. ഹല്ലിയ. യേശു കർത്താവ് എങ്ങും ആരോടും ദേഷ്യപ്പെട്ടില്ല, എങ്ങും ആരെയും കുറ്റം പറഞ്ഞില്ല, എങ്ങും നുണ പറഞ്ഞില്ല, എങ്ങും കഷ്ടം എന്ന് പറഞ്ഞില്ല. ഇന്ന് കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ, അങ്ങ് എൻ്റെ ഇടയനായതുകൊണ്ട് എൻ്റെ അകത്ത് എവിടെയെങ്കിലും ഈ ആടിന് ചേരാൻ പറ്റാത്ത, ആടിന് യോഗ്യമാം വണ്ണമല്ലാത്ത ഒരു സ്വഭാവം എൻ്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് കർത്താവേ, ആ ബലഹീനതയും കൂടെ ഒന്നെടുത്തു മാറ്റണം. എന്താണെന്നറിയോ? എൻ്റെ മേശ ഒരുക്കണം. ഹല്ലിയ. ശത്രുവിൻ്റെ മുമ്പിൽ എൻ്റെ മേശ ഒരുങ്ങണം. എൻ്റെ പാനപാത്രം അനുഗ്രഹം കൊണ്ട് കവിഞ്ഞൊഴുകണം. കർത്താവിന് വേണ്ടാത്തത്, ഇടയന് വേണ്ടാത്തതൊന്നും എൻ്റെ ജീവിതത്തിനകത്ത് വേണ്ട. ഹല്ലേലൂയ. ഇന്നൊന്ന് വിട്ടുകൊടുക്കാം, കർത്താവിനോട് ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവപ്പ ഇന്ന് വിട്ടു തരുന്നു. ഹല്ലേലൂയ. ഇന്ന് ആടുകളെ പോലെ, ഇന്ന് ആടുകളിലും അപ്പുറം നമ്മളിന്ന് മക്കളാ. ഹല്ലേലൂയ. ഇന്ന് മക്കളായ നമ്മൾ ഓരോരുത്തരും, ഹല്ലേലൂയ, ഇന്ന് പിതാവായ ദൈവമായ ഇടയനായ കർത്താവിന് വേണ്ടാത്തത് എവിടെയെങ്കിലും എൻ്റെ അകത്ത് കിടപ്പുണ്ടോ? സെർച്ച് മൈ ഹാർട്ട് ഓ ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ അകത്ത് എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ കർത്താവെ, ഇന്ന് അതെല്ലാം വിട്ടുകളയാൻ കൃപ ചെയ്യണം. പറഞ്ഞ് എനിക്കും കാണണം ആ മഞ്ഞ മരുഭൂമിയിൽ പൊഴിച്ചതുപോലെ, ആ കാടപ്പക്ഷി ചുറ്റിനും വീണതുപോലെ, ആ കല്ലിനകത്തുനിന്ന് പാറയ്ക്കകത്തുനിന്ന് വെള്ളം വന്നതുപോലെ, കയ്പ് നീര് മധുരമായതുപോലെ, 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയതുപോലെ, വെള്ളം വീഞ്ഞായതുപോലെ ഗ്ലോറി, മഹത്വം എൻ്റെ ജീവിതത്തിനകത്തും എനിക്ക് കാണണം. പറഞ്ഞേ കർത്താവിനോട്, എനിക്ക് അത്ഭുതങ്ങൾ കാണണം, ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി നിൽക്കുന്നത് കാണണം. ഇന്ന് കർത്താവെ, മഹത്വത്തിന് വേണ്ടാത്തത്, ആ ഇടയന് വേണ്ടാത്തത് എൻ്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് പറഞ്ഞ് ഞാനതിനെ വിട്ട് കളയുക. എനിക്കതെല്ലാം ഉപേക്ഷിക്കണം കർത്താവെ. അവിടുന്ന് അങ്ങയുടെ കൃപ വേണം, അങ്ങയുടെ ഫൊർഗിവ്നെസ്, അങ്ങയുടെ ക്ഷമ വേണം എനിക്ക്. ഹല്ലേലൂയ. എന്നെ ഒന്ന്, ഹല്ലേലൂയ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ. കർത്താവിൻ്റെ സകല കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിനകത്തേക്ക് കയറുവാൻ അങ്ങയുടെ പ്രിയ ജനത്തിനെ അങ്ങ് ബലപ്പെടുത്തണം. അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.